ജയാസ് വെറൈറ്റി വ്ളോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മള് ചക്ക ഇടണമെങ്കിൽ ഇങ്ങനെ ഇടണം, അപ്പൊ നമുക്ക് ചക്കയവിയൽ വെക്കാം. അതാണ് ഇന്നത്തെ വിശേഷം. പിന്നെ നമുക്ക് എൻ്റെ അവിയലിനെ കുറിച്ചും എല്ലാം ഉണ്ട്. വിശേഷങ്ങളും വാചകങ്ങളും എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ മഴ വരുന്നുണ്ട്. അതാണ് എൻ്റെ വിശേഷം. മഴ വരുന്നു. തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പൊ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ തന്നെ ഇന്നലെ വൈകിട്ട് ഓർത്തായിരുന്നു നമ്മുടെ വണ്ടിയുടെ താക്കോല് പൂജിച്ചില്ലല്ലോ. അപ്പൊ ഇന്ന് നമ്മള് നിക്കിയോടല്ല പറഞ്ഞത്, ഇവിടെ പറയുക. അപ്പൊ ഞങ്ങൾ ഇന്ന് താക്കോല് പൂജിക്കാൻ നമ്മുടെ കുമാരനെല്ലൂർ അമ്മയുടെ അടുത്ത് പോവാണ്. രണ്ടുപേരുടെ പോയിട്ട് വരാം കേട്ടോ. ശരി, ബൈ. മഴക്കാറൊക്കെ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ജസ്റ്റ് പെട്ടെന്നൊക്കെ പോയിച്ച് വരാം കേട്ടോ. നമ്മുടെ പുതിയ വണ്ടിയുടെ താക്കോല് പൂജിച്ചില്ലല്ലോ, അതാണ് അമ്മ നോക്കി നിൽക്കുവാണേ പോകുന്നതേ അല്ലേ. അപ്പം ഞങ്ങൾ പോയിച്ചൊക്കെ വരാം. കണ്ടോ, അങ്ങനെ നമ്മുടെ പുതിയ വണ്ടി റെഡി ആയിട്ടിരിക്കുകയാണേ. താക്കോൽ അത് തന്നെ, താക്കോല് പൂജിക്കാൻ വേണ്ടിയിട്ട് എന്നെ എപ്പോഴാ പൂജിക്കുന്നതെന്നും പറഞ്ഞ് നോക്കിയിരിക്കുമായിരുന്നു. 2-3 ദിവസം വെയിറ്റിങ്ങിലായിരുന്നു. അപ്പം ഇപ്പം ഇന്നാണ് നമുക്കതിന് സമയം കിട്ടിയത് പൂജിക്കാൻ. എല്ലാത്തിനും ഓരോ സമയങ്ങളുണ്ടല്ലോ. അപ്പോൾ പൂജിച്ചൊക്കെ ഞങ്ങൾ വരാം കേട്ടോ. നമ്മൾ അമ്പലത്തിൽ വന്നുറങ്ങിയ ഉടനെ കണ്ടത് ഇവിടെ വണ്ടി വെക്കാൻ വന്നപ്പോഴേ കണ്ടത് നമ്മുടെ വെളുത്ത മീനുണ്ടല്ലോ. ചീറി പാഞ്ഞങ്ങനെ നടക്കുക, വള്ളം തുഴഞ്ഞ് നടക്കുന്ന പോലെ. കണ്ട അത് ഭയങ്കര ഇതാന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ഒരു ബ്ലാക്ക് കിടക്കുന്നു. ദൈവമേ, അതിൻ്റെ നടപ്പ് കണ്ടോ. രണ്ടും എത്ര എണ്ണമായിട്ടാണ് നടക്കുന്നതെന്ന് കണ്ടോ. എത്ര എണ്ണം ഉണ്ട് കൂട്ടത്തിൽ. പുള്ളി മാലാഹയാ കേട്ടോ. 1 2 3 4 പേരുണ്ട് കേട്ടോ. ഇനി തൊഴാൻ പോട്ടെ. ഞങ്ങളങ്ങനെ തൊഴുത് ഇറങ്ങി ചുറ്റു വെക്കുവാണ്. രണ്ടുപേരിൽ നിന്ന് ഭയങ്കര വർത്താനാണേ. ആരാന്നറിയാലോ, ഇവിടെ ഉള്ളവരൊക്കെ തന്നെയാണ്. അപ്പം ചുറ്റൊക്കെ വെക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ദേവിയൊക്കെ കണ്ട് തൊഴുതൊക്കെ ഇറങ്ങി. ഇനി ഒരു താക്കോല ഇടാനൊരു കീച്ചെയിന് ഒരെണ്ണം നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ താക്കോലൊക്കെ പൂജിച്ച് വീട്ടിൽ വന്നു കേട്ടോ. ഞങ്ങളങ്ങനെ അമ്പലത്തിലൊക്കെ പോയി വന്നു, താക്കോലൊക്കെ പൂജിച്ചു. ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണേ. അപ്പം ഞാൻ ഇന്ന് പുട്ട് ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. കടലക്കറി ഉണ്ടായിരുന്നല്ലോ. അപ്പം അങ്ങനെയുള്ള ഒരു ഇതിലാക്കിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പോകുന്നത്. എന്തെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഉപ്പുമാ ഉണ്ടാക്കും. ഇപ്പോൾ പുട്ടുണ്ടാക്കി വെച്ച് കടലക്കറി ഇരിപ്പുണ്ട്, തിളപ്പിച്ചു. കട്ടൻ ചായ വെക്കുവാണ്. പിന്നെ ഇന്ന് ചക്കവേലൊക്കെ വെക്കണം. ചക്കവേല് വെക്കാൻ അറിയത്തില്ലാത്തവരെ കാണിച്ചില്ല ഒന്നുകൂടെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്യട്ടെ കേട്ടോ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോട്ടോ. പുട്ടും കടലയും പഴവും കഴിക്കട്ടെ. അപ്പോഴേ ഇന്ന് ഞങ്ങൾക്ക് ഒരു ചക്കയവിയൽ വെക്കാൻ നമ്മുടെ കൂട്ടുകാർ സദ്യയുടെ വീട്ടിൽ നിന്ന് പ്ലാവേന്ന് ചക്ക ഇടാൻ വേണ്ടിയിട്ട് ചേട്ടനൊരു അരുവാത്തോട്ടിയൊക്കെ ഫിറ്റ് ചെയ്ത് ഇന്ന് വെൽഡിങ്സിൻ്റെ അവിടെ കൊണ്ടുപോയി വെൽഡൊക്കെ ചെയ്ത് മറ്റേ അരുവ ഒക്കെ റെഡിയാക്കി ചക്ക ഇടുവാണേ. നാളെ നമുക്കൊരു അവിയൽ വെക്കാം. അതിന് വേണ്ടിയിട്ടാണേ. നോക്കിക്ക്, ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കാണിക്കാം കേട്ടോ. ഒരെണ്ണം വീണു. നീ ഇട്ടിട്ട് കാണിക്കാവേ. നമ്മുടെ അരുവ വെച്ച് ഞങ്ങൾ ചക്ക എല്ലാം കൊണ്ടുവന്നു. നമ്മുടെ അരുവാടെ മൂർച്ച നോക്കിക്കേ, ചക്ക മുറിഞ്ഞു പോയി. എന്തൊരു നീളത്തിലാണ് നോക്കിക്കേ നമ്മുടെ അരുവാത്തോട്ടി. ഇതിൻ്റെ ഒപ്പം ശകലം കൂടി ഇന്ന് നമ്മുടെ തോട്ടിയിൽ 2 മീറ്ററും കൂടെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചു. ഇവിടുന്ന് ഇത് പുതിയതായിട്ട് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചാണ്. നട്ടും ബോൾട്ടും എല്ലാം ഇട്ട് മുറുക്കി. കണ്ടോ, നമുക്കിത് ആവശ്യമില്ലെങ്കിൽ നമുക്കതെടുത്ത് ഊരി വെക്കാമല്ലോ. അരിവാളിനെ എടുത്ത് ഊരി വെക്കാം. ഇതുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ആ ചക്ക ഇടാൻ പറ്റിയ. അവൾ സതിക്കുമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ആവശ്യത്തിന്. ഇപ്പം മോനഞ്ചാനും ഒക്കെ കൊടുത്തു.
അങ്ങനെ നമുക്ക് ഇതിനെ പഴുപ്പിക്കാം. ഇതിനെ നമുക്ക് അവിയലിന് മുറിച്ച് വെക്കാം. അപ്പോഴേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കുടിച്ചു കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കുടിച്ചെല്ലാം കഴിഞ്ഞ് ഇന്നലെ തൊട്ടേ നമ്മുടെ ഈ പാതകത്തിന്റെ ആ മൂലയില്ല അങ്ങേറ്റം വെള്ളം അങ്ങനെ തളം കെട്ടി കിടക്കും, കുറച്ചേറെ കിടക്കുവേ. അപ്പൊ എന്റെ വിചാരം ഇവിടെ കഴുകി പാത്രം ഇങ്ങനെ വെക്കുമ്പോ അവിടെ സൈഡിൽ കൂടി ഇങ്ങനെ ഒലിച്ചിങ്ങോട്ട് പോരുന്നാണ്. കഥ കേട്ടോണം ഇരുന്നു. അന്നേരെ ഇന്നലെ അപ്പൊ ഞാനും അമ്മയും കഴുകുമല്ലോ പാത്രം, ഒരാൾ തന്നെ അല്ലല്ലോ. അപ്പൊ ഞാന് അമ്മയോട് പറയാം, അമ്മ പാത്രം കഴിയുമ്പോൾ ശ്രദ്ധിച്ച് വെക്കാഞ്ഞിട്ടാ വെള്ളം അങ്ങോട്ട് അതുവഴി ഒഴുകി ഇങ്ങനെ വരുന്നത്. പറഞ്ഞ കേട്ടോണം കഥ. അപ്പൊ അമ്മ പറഞ്ഞു, എടി ഞാനും വളരെ സൂക്ഷിച്ച വെക്കും. ഞാൻ പറഞ്ഞല്ല, അമ്മ സൂക്ഷിക്കാഞ്ഞിട്ടൊന്നല്ല, ഏതായാലും നല്ല രീതിയിലാണ് പറഞ്ഞത്. കാരണം ഞാൻ വെക്കുമ്പോഴും ചിലപ്പോൾ അങ്ങനെ വെള്ളം ഒലിച്ചിങ്ങോട്ട് വരാറുണ്ട്. അപ്പൊ ഇപ്പൊ ഞാനത് ശ്രദ്ധിക്കാം, അമ്മയ്ക്കൊന്നും അത്ര അറിയത്തില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല, അമ്മ ഇങ്ങനെ വെക്കുമ്പോ അറിയാതെ പോരുന്ന അങ്ങനെ. ആ ശരിയടിയെന്ന് ഒന്നും പറഞ്ഞു, ശരിയടിയെന്ന് പറഞ്ഞു, ഞാൻ നോക്കാമെന്ന്. ഇന്നലെ എന്നിട്ട് ഞങ്ങളെ തുടച്ചു. രണ്ടാമത് വീണ്ടും അമ്മ കഴുകിയല്ലോ കേട്ടോ, ഞാനാ പിന്നെ കഴുകി. വീണ്ടും അവിടെ വന്നു. അപ്പൊ എനിക്ക് ക്ലിക്ക് ചെയ്ത് അമ്മ കഴുകിയിട്ടുള്ളല്ലോ. നോക്കിയപ്പോ പൈപ്പിന്റെ ടാപ്പിന്റെ സൈഡിൽ ആ ചേർക്കുന്നിടയില്ല, അവിടുന്ന് ഇറ്റിറ്റ് വെള്ളം വീഴുന്നുണ്ട്. നമ്മൾ തുറക്കുമ്പോ ആ വെള്ളം ഒഴുകി ഇങ്ങനെ അറ്റം വരെ വരുന്നതായിരുന്നു. ഒരു കുഴപ്പമെന്ന് ഓർക്കണം. ഇപ്പോഴും ഒരു പാത്രത്തിനകത്ത് അവിടെ നിന്ന് കിട്ടി. അപ്പൊ ഞാൻ ചേട്ടനോട് ചേട്ടാ ഇത് സംഭവം ഇങ്ങോട്ട് നോക്കിയിട്ട് ഇതാണ് പാവം. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ കഴുകിയ കഴുകുമ്പം ശ്രദ്ധിക്കാഞ്ഞിട്ടാ, വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇതൊന്നുമില്ല. അപ്പൊ അമ്മ പറഞ്ഞു, ഇതായിരുന്നല്ലേടി അമ്മ പറയായിരുന്നു. അപ്പൊ ഇന്ന് ചോതെല്ലാം വെച്ചിട്ട് ചേട്ടൻ്റെ കൂടെ ചെല്ലണമെന്ന് പറഞ്ഞു. പൈപ്പിന്റെ നോക്കി വേറെ മേടിച്ചു വെക്കാതെ ശരിയാവുന്നില്ല. ചേട്ടൻ മുറുക്കിയൊക്കെ നോക്കിയ ശരിയാവുന്നില്ല. ഞാൻ എന്നെ ഇളക്കുന്നതെന്നറിയാം, സാമ്പാർ ഒറ്റ വിസിലടുപ്പിച്ച് ഇന്ന് നീട്ടിയ സാമ്പാറാണ്. കൈ കഴിക്കോളാം, വൃത്തിയില്ലാഞ്ഞിട്ടൊന്നുമല്ല, കൈ കഴുകാം. അവിടെ നിൽക്ക്, പുളിയും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ടേ കഴുകത്തുള്ളൂ. ഒന്നും വിചാരിക്കണ്ടാരും കേട്ടോ. അപ്പൊ നമുക്ക് ഈ പുളിയേയും കൂടി ഇങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കാം. പിന്നെ നമുക്കിന്ന് ചക്കയവിയല്ല. ഞങ്ങൾ ഇന്നൊരു ചക്കയൊക്കെ പോയി നമ്മുടെ സതിയില്ലേ, എന്റെ കൂട്ടുകാരി തന്നെയൊന്നുമല്ല കേട്ടോ, നമ്മള് വീട്ടുകാരാ, അച്ഛന്റെ വീട്ടുകാരാ. അച്ഛന്റെ ഇവിടെ ഉള്ളവരെല്ലാരും അച്ഛന്റെ വീട്ടുകാരാണ്. എല്ലാം ഞങ്ങള് ബന്ധക്കാര് തന്നെ. ഇനി കഴുകാക്കാം. ഇന്ന് ചക്കയെല്ലാം ഞാൻ മുറിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. എടുക്കുമ്പോ എടുത്തിട്ടുണ്ട്. ചക്ക ഇടാന് അടിപൊളി ഒരു തോട്ടിയാണ് ചേട്ടൻ ഉണ്ടാക്കിച്ചത് കേട്ടോ. ചക്ക, തെങ്ങിന് പൊക്കക്കുറവാണെങ്കിൽ ഒന്നുകൂടെ നോക്കാം. ബസ് ഇതൊക്കെ മതി. അവിടെ ശകലം ഞാൻ എന്നായെന്നറിയാം, ബ്രാഹ്മിൻസിന്റെ സാമ്പാർ പൊടിയാണ്, എന്നാൽ ഇച്ചിരി കായപ്പൊടിയും കൂടെ ഞാൻ ഒന്നുകൂടെ കുടഞ്ഞത്. ഇവിടെ കായം ഭയങ്കര ഇഷ്ടമാണ്. കായം, ഇഞ്ചി ഇതെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള ഒരേ ഒരാളാണ് എൻ്റെ ഭർത്താവ്. ഇന്ന് തിളപ്പിച്ച് കടുവും വറുത്ത ഈ പണി കഴിഞ്ഞു. പിന്നെ നമുക്ക് വെക്കേണ്ട എന്നാന്ന് വെച്ചാൽ ചക്കവില്. ഇന്നും നാളത്തേക്ക് പോകാം ചക്കവില്. ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ചക്കവില് നാളത്തേക്ക് പോകാം. ചക്കവിലിനുള്ള സാധനം എന്താ അത്ര അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ അമ്മ മാങ്ങയൊക്കെ ഞാൻ വന്നിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നത്, ഇപ്പോഴേ മറന്നുപോയായിരുന്നു. പടവലങ്ങ, വെള്ളരിക്ക, മുരിങ്ങയ്ക്ക, 2 പച്ചമുളക് കീറിയിടുക, മാങ്ങ. പുളി വേണം കേട്ടോ, ഒത്തിരി ഒന്നും അരിഞ്ഞിടണ്ട, ആവശ്യത്തിന് അറിയാലോ. മാങ്ങ. ഇനി ചക്കയുടെ മടല് ചേന്തി, അതും ചക്കയുടെ ചോള കുറച്ച്, ഒത്തിരി എടുക്കല്ല. ചക്കക്കുരു ഇത്രയും കൂടെ കൂടിപ്പോയാൽ കൊള്ളത്തില്ല. ചക്കയുടെ മടലൊക്കെ കൂടിപ്പോയാൽ അവിയൽ പരുവാകും. ഇന്നാളെ പ്രാവശ്യം ഞാൻ വെച്ചപ്പോൾ ഇച്ചിരി കുഴഞ്ഞു പോയി. ഇന്ന് ഞാൻ ശ്രദ്ധിച്ചു വെക്കും. പിന്നെ നാളെയും വൈകിട്ട് ഇത് ഇന്നും നാളത്തേക്കും ആവും. നാളെ ഒരു അവിയലും കൂടെ വെക്കും. നാളെ എടുക്കാം, അല്ല നാളെ കഴിഞ്ഞ് ഞങ്ങൾക്ക് എടുക്കാം. വീട്ടിലും പണാവലിലും പോകും. അപ്പൊ അവനും കൊണ്ട് കൊടുക്കാമല്ലോ. അവന് പുളിശ്ശേരിയും വെക്കണം. അപ്പൊ എനിക്കും പുളിശ്ശേരി വെച്ചാൽ ഒന്നിച്ച് വെക്കാം. അപ്പൊ അവനും കൊണ്ട് കൊടുക്കാം. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? അപ്പൊ ഇത്ര അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് തിളച്ച് കടുക് വറുത്തിട്ട് നമുക്ക് ചക്ക പരിപാടി നോക്കാം.
സാമ്പാറിന് കടുക് വറക്കാൻ പോട്ടോ. അതുകൊണ്ട് കടുക് വറക്കുമ്പോ ഒരേ ഒരു ലക്ഷ്യം ഇനി ഇങ്ങനെ. ആഹാ, എന്റെ മുഖത്ത് കഴിഞ്ഞ ദിവസം കടുക് പൊട്ടി തെറിച്ചിട്ട് എന്റെ മുഖം ഇച്ചിരി ഭേദാക്കി ഞാൻ കൊണ്ടുവന്നപ്പം കടുകിന് പോലും പിടിക്കുന്നില്ല. അങ്ങനെ വളർത്തുന്നില്ല. ഇതാകുമ്പോൾ സുഖമായിട്ട് ഒന്നും പേടിക്കണ്ട. എവിടെ തെറിച്ചാലും പേടിക്കണ്ട. കണ്ടോ എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഓക്കേ. ഞാൻ കടുവ ഞാൻ വറുത്തിട്ട് ഇനി എല്ലാവരും ഈ ഐഡിയ ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഒട്ടും വരത്തില്ലല്ലോ. ബാക്കിയുള്ള കണ്ട അരിപ്പൊടിയും അറക്കപ്പൊടിയും എല്ലാം എടുത്ത് തേച്ച് ഒരു വിധത്തിൽ ഇച്ചിരിയൊക്കെ ഒപ്പിച്ചപ്പോൾ കടുകിന് പോലും പിടിക്കുന്നില്ല. എന്തൊരു കടി അല്ലേ! പണ്ടൊന്നും ഇത്ര ഇല്ലായിരുന്നു കേട്ടോ. കടുക് ഇങ്ങനെ പൊട്ടത്തില്ലായിരുന്നു. ഇത് വെറൈറ്റി ആയിട്ടോ ഇപ്പൊ പൊട്ടിച്ചേർക്കുന്നത്. കാലത്തിന്റെ പോക്കായിരിക്കും അല്ലേ? ഇപ്പൊ കാലത്തിന്റെ പോക്ക് കണ്ടില്ല. ധനുമാസത്തെ ഇടി വേണോ? ഇന്നലെ എന്തോന്ന് ഇടിയായിരുന്നു എന്ന് പറഞ്ഞോലോ. അപ്പൊ എല്ലാരും വളരെ ശ്രദ്ധയോടുകൂടി എല്ലാം ചെയ്തോണേ. ഏത് നിമിഷം എന്തും വരുന്ന രീതിയില. അപ്പൊ അവിയലിന്റെ അരിയാ നമുക്ക് പോകാം. ഇതെടുത്ത് വെക്കട്ടെ, കഴുകിയൊക്കെ വെച്ചിട്ട് വരാം. നമുക്ക് നമ്മുടെ ചക്കയൊക്കെ മുറിക്കാം. അപ്പൊ ഇങ്ങനെ ആക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നല്ലോ. അപ്പൊ ഇവിടെ വെച്ച് നമുക്കവനെ മുറിക്കാം. ഇത് അവിടുന്ന് ഇട്ടപ്പോഴേ നമ്മുടെ തോട്ടിക്ക് നല്ല മൂർച്ചയുള്ളതുകൊണ്ടേ ഭയങ്കരമായിട്ട് അത് കീറിപ്പോയി അല്ലേ? മുറിഞ്ഞു. ഇങ്ങനെ ചെറിയ പീസാക്കാവേ. പേടി തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഞാനിങ്ങനെ കാണിക്കുന്നുണ്ടിട്ട്? ശ്രദ്ധയില്ലെന്നായിരിക്കും അല്ലേ? പക്ഷെ ശ്രദ്ധിക്കുന്നുണ്ടേ, പേടിക്കണ്ടേ. എന്നോട് ഇഷ്ടമുള്ളവരൊക്കും അയ്യോ അവിടെ കൈ മുറിയുവോ എന്നൊക്കെ വെപ്രാളം കാണും. പക്ഷെ ഇഷ്ടമില്ലാത്തവരൊക്കും അവിടെ കയ്യോ കാലോ എന്നെ വേണേൽ മുറിഞ്ഞു പോട്ടെ, നമുക്ക് തന്നെ അറിയാതെ എന്ന് വിചാരിക്കും അല്ലേ? അങ്ങനെ നമ്മൾ വിചാരിക്കരുത് അല്ലേ? നമ്മൾ എത്ര ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കും ഒന്നും വരാതെ വേണം നമ്മൾ ഓർക്കാൻ. എൻ്റെ പോളിസി അങ്ങനെയൊക്കെ കേട്ടോ. ഞാനൊന്നും പറയത്തില്ല. എത്ര ദേഷ്യം ഉണ്ടെങ്കിലും നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കത്തുമില്ല. അപ്പം നമുക്ക് ചക്ക അവിയലിന് വേണ്ടി യോഗാസനത്തിലിരിക്കട്ടെ. ഇങ്ങനെയാണ് ഞാൻ ചക്ക അരിയുന്നത്. ഇങ്ങനെ ഇരുന്നുണ്ട്. ചക്ക അരിയുന്നതിനൊരു മന്ത്രമൊക്കെ ഉണ്ട്. അതൊക്കെ ചൊല്ലിയിട്ട് വേണം. ചുമ്മാതാ കേട്ടോ. കാലൊക്കെ തിന്നുന്നല്ലോ. രണ്ട് ടൈപ്പ് പിച്ചാത്തി എടുക്കണം. ഒരു ടൈപ്പ് കട്ടിയുള്ള ഭാഗം ഞാൻ വെട്ടാൻ കണ്ട. അതായത് നമ്മുടെ പിച്ചാത്തിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവരുത്. കണ്ട, നല്ല ശക്തിയൊക്കെ വേണം. നല്ല ശക്തിയുണ്ട് എനിക്ക് കേട്ടോ. നിങ്ങൾക്കൊന്നും ശക്തിയില്ലെങ്കിൽ എനിക്ക് ശക്തിയുണ്ട്. കുഞ്ഞില നമുക്ക് വേണ്ട. കുഞ്ഞിൽ നമുക്ക് വേണ്ട. അപ്പോൾ നമുക്കിതിനെ കണ്ടിച്ചെടുക്കാം. കണ്ടിച്ച് കുറച്ചായിട്ട് നമുക്ക് കാണാവേ. ഇല്ല നമുക്ക് വീഡിയോയിൽ എന്ത് കൂടിപ്പോ കേട്ടല്ലോ. ഓക്കെ, ഞാൻ ഇതുവരെ എഴുന്നേറ്റില്ല കേട്ടോ. അപ്പം ഞാൻ ഒരുക്കിക്കൊണ്ടിരുന്നപ്പോഴേ നമ്മുടെ അമ്മയുടെ അനിയത്തി വിളിച്ചായിരുന്നേ. എറണാകുളത്ത് ചിറ്റ താമസിക്കുന്നത്. ചിറ്റ അങ്ങനെ ഇരിക്കുമ്പം ചേട്ടത്തെ വിളിക്കും. എൻ്റെ അമ്മ ചേച്ചിയല്ലേ, ഞങ്ങളോടൊക്കെ സംസാരിക്കും. ഭയങ്കര കൂട്ടാണ് ഞങ്ങൾ. ചിറ്റേന്ന് പേരേ ഉള്ളൂ. ഒരു എന്താ ചിറ്റേന്നൊരു സ്ഥാനമൊന്നും കൊടുക്കത്തില്ല ഞങ്ങൾ. ഭയങ്കര കൂട്ടാണ്. അതായത് എടി പെണ്ണേന്നൊക്കെ വിളിക്കുന്നത്. എന്തൊക്കെയാ പറയുന്നതെന്നറിയാം. അങ്ങനെയൊക്കെയാണ്. പണ്ട് ചിറ്റയ്ക്ക് PSCയുടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നേ ജോലി. അപ്പോൾ ചിറ്റ ഞങ്ങൾ ആലപ്പുഴയിലായിരുന്നു. ചിറ്റ ഇവരൊക്കെ ആലപ്പുഴയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. വീട് അവിടെ ആയിരുന്നല്ലോ. ചിറ്റ
ചിറ്റ അവിടെ നിന്ന് കൊടുത്തേച്ചാണ്. ചിറ്റയ്ക്ക് വേറെ വീട് ചിറ്റ അവിടെ ആലപ്പുഴ തന്നെ വേറെയും മേടിച്ചു. കുടുംബവും ചിറ്റയുടെ ആയിരുന്നു. പിന്നെ മൂത്ത ചിറ്റ അത് മേടിക്കുമായിരുന്നു കുടുംബം. അങ്ങനെ ചിറ്റ അവിടെ വിട്ടിട്ട് എറണാകുളത്ത് പോയി താമസിക്കുക, കളമശ്ശേരി. ഞാൻ പറഞ്ഞിട്ടുള്ള കഥയൊക്കെ. അപ്പം ചിറ്റ ആലപ്പുഴ വെച്ച് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കേ, ഞങ്ങൾ അവധി കിട്ടുമ്പോഴൊക്കെ അമ്മയുടെ വീട്ടിൽ പോകുമല്ലോ. അവിടെ ചെല്ലുമ്പം ചിറ്റയുടെ സാരിയൊക്കെ ഞങ്ങളെടുത്ത് കൊടുക്കും. കുഞ്ഞായിരുന്നപ്പം ചിറ്റ ജോലിക്ക് പോകാൻ വേണ്ടി ഊരിയിട്ടേക്കുന്ന സാരിയൊക്കെ ഞങ്ങളെടുത്ത് കൊടുക്കും. നല്ല രസമാണ്, ഭയങ്കര രസമാണ് ഒക്കെ. പിന്നെ പറയാതെ, കാരണം നീണ്ടു പോകും കഥ. അപ്പം നമ്മൾ ചക്ക തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. സതിക്കൊന്ന് ചക്കവിയലായിരിക്കും. അവൾ പറഞ്ഞു ഇന്നലെ ഇന്ന് അവൾക്ക് ചക്കവിയലാന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. അവള് നിസ്സാരക്കാരിയൊന്നുമല്ല കേട്ടോ. ഞാൻ ഈ സതി എൻ്റെ കൂട്ടുകാരെന്നൊക്കെ പറയുന്നത് അവളെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അവൾ കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം അവൾ PSCക്ക് കോച്ചിങ്ങിന് വീട്ടിലിരുന്ന് പഠിച്ച് ഇവിടെ ഏതാണ്ട് വന്നിട്ടുണ്ട്. ഏതാണ്ട് വിൽക്കുന്നവരാണ്. ചേട്ടനുണ്ട് അവിടെ, അമ്മയുണ്ട്. അപ്പോൾ പഠിച്ച് അവൾ പാസ്സായി റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന് അവൾക്ക് ഗവൺമെൻറ് ജോലിയുണ്ട് കേട്ടോ. അവൾ ഭയങ്കര മിടുക്കിയായിരുന്നു. അവിടെ അമ്മായിയമ്മ എന്തു പാവമെന്നറിയാം. അമ്മായിയമ്മ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ബന്ധത്തിലുള്ള ഇവിടെ കല്യാണം കഴിച്ച് വന്നാണല്ലോ. അപ്പം വത്സല എന്ന അമ്മായിയമ്മയുടെ പേര്. വത്സല ചേച്ചി അവൾക്ക് സപ്പോർട്ടായിരുന്നു. അതുകൊണ്ടല്ലേ അവിടെ ഹസ്ബൻഡ് സപ്പോർട്ടാണ്. അതിൻ്റെ എല്ലാം പറഞ്ഞേ വത്സല ചേച്ചി അമ്മായിയമ്മമാരൊക്കെ സപ്പോർട്ട് നിൽക്കണേ വലിയ പാടല്ലേ. സപ്പോർട്ട് നിന്ന് അവളെ പഠിച്ചോളാൻ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് പഠിച്ച് ഹസ്ബൻഡും എല്ലാം സപ്പോർട്ട് ചെയ്താണ് അവൾക്ക് പഠിച്ച് പാസ്സായി അവൾ ജോലി പഠിച്ച്. ഇത്ര മെഡിക്കുക അവൾ. അപ്പോഴേ ഞാനിത് അരിഞ്ഞിട്ട് വരാം കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ചക്കയവലി ഇന്ന് അതിനകത്ത് വെക്കുന്നതെന്നറിയാവോ? ഇത് അച്ഛനുള്ള സമയത്ത് പുരാവസ്തുവാണേ, അച്ഛനുള്ള സമയത്തുള്ളതാണേ. അപ്പം നമ്മുടെ മടലും ചക്കക്കുരു എല്ലാം കൂടെ നമുക്കിങ്ങോട്ട് അടിയിലിട്ട് കൊടുക്കാം. ചട്ടിയുടെ അടിയിൽ നമുക്കിട്ട് കൊടുക്കാവേ. പിന്നെ നമ്മുടെ പടവലങ്ങായും ഇടട്ടെ. ഇനി നമ്മുടെ പടവലങ്ങ, മുരിങ്ങയ്ക്ക, വെള്ളരിക്ക, മാങ്ങ, പച്ചമുളക് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ശകലം ചുമന്ന മുളക് പൊടി എന്ന് എപ്പോഴും വരുന്നു. എനിക്കിത് വരാത്ത വല്ലതും കൂടോത്രം ചെയ്തു. ഈ ചുമന്ന മുളക് പൊടി എന്ന് പറയും. ഇച്ചിരി മുളക് പൊടി, ഒത്തിരി വേണ്ട കേട്ടോ. ഒത്തിരി ആയാൽ ചുമന്നിരിക്കും. എന്നാലും ഇച്ചിരി ഇടുകയും ചെയ്യണം. പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, മതി. ഉപ്പ്, കൽച്ചട്ടിക്കകത്തായതുകൊണ്ട് ഇച്ചിരി വെള്ളവും കൂടെ വെച്ചോണം. അതേസമയം കുക്കറിനകത്താണെങ്കിൽ വെള്ളം വേണ്ടല്ലോ, അറിയാലോ. ചുവപ്പിട്ടേക്കാം. ഞാൻ 10 പ്രാവശ്യം നോക്കാനും. വെള്ളം എടുത്തോണ്ട് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് അടച്ച് വെക്കാം. എന്നിട്ട് അരപ്പ് തയ്യാറാക്കാം. വെള്ളം ഒഴിച്ച് അടച്ച് വെക്കാം. എന്നിട്ട് അടുപ്പ് കത്തിക്കാം. ചക്കവേൽ എടി സതി, നീ കേട്ടോണം. നിന്റെ ചക്കവേൽ ചിലപ്പോൾ ശരിയാകത്തില്ലെന്ന് പറയത്തില്ലേ? അപ്പൊ ഇത്രയും നീ കണ്ടല്ലോ. എല്ലാവർക്കും വേണ്ടിയാണ്. പ്രത്യേകിച്ച് അവൾ എപ്പോഴും എന്നോട് പറയും. ഇതിന് ഇച്ചിരി മഞ്ഞപ്പൊടി, ശകലം മഞ്ഞപ്പൊടി വേണം കേട്ടോ, അല്ലേ ഭംഗിയില്ല അവിയൽ കാണാൻ. ഇച്ചിരി ജീരകം, ചുമന്നുള്ളി ഇത്രയും കൂടെ ചതച്ചെടുക്കുക അവിയൽ പരുവത്തി. പിന്നെ നമ്മുടെ കറിവേപ്പിലി കേട്ടോ. നമ്മുടെ അവിയലിനൊന്ന് ഇളക്കി കൊടുത്തേക്കാം. ഇളക്കിയിട്ട് നമുക്ക് അടയ്ക്കാവേ. ഓണമാണ്, കൽച്ചട്ടിക്കകത്തൊക്കെ അവിയൽ വെക്കും. ഓണം എന്തൊക്കെ പറഞ്ഞാലും കൽച്ചട്ടി വെക്കുന്ന അവിയൽ തന്നെ സൂപ്പർ. പിന്നെ എല്ലാവരും എളുപ്പത്തിന് വേണ്ടി മാത്രം ചെയ്യുക. പക്ഷെ ഞാൻ കുക്കറിനകത്ത് നമ്മൾ പല ടൈപ്പ് വെക്കാം. കുഴച്ച് വെക്കണം, നല്ലതായിട്ട് കുഴച്ച് വെക്കാം. കുഴയ്ക്കാതെ വെക്കണം. ഒരു വിസിലടിച്ചിട്ട് വിസിലെല്ലാം അങ്ങ് കളഞ്ഞാൽ മതി. ഞാൻ മിക്കവാറും കുക്കറിനകത്ത് എപ്പോഴും വെക്കുന്നല്ലോ. ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ നോക്കാം. വേഗട്ടെ, വെന്ത് ചേർക്കാൻ നേരം ഇനി വരത്തുള്ളൂ കേട്ടോ. ഇപ്പൊ നമ്മുടെ അവിയലുണ്ടല്ലോ, വെന്തോ നോക്കാം.
ആകുമ്പോൾ പിന്നെ കൈക്കല കൂട്ടി പിടിക്കണമെന്നൊന്നുമില്ല. നല്ല വെയിറ്റ് അല്ലേ, നല്ലതായിട്ട് വെന്ത് കേട്ടോ. വലിയ ഇല്ല, ഗ്യാസിന് നഷ്ടമൊന്നും വരത്തില്ല. കൽച്ചട്ടി വെച്ചല്ലേ വെന്തു. നമുക്കിനി അരപ്പൊക്കെ ചേർത്ത് കൊടുക്കാവേ. ഈ മഞ്ഞ കളർ ഇരിക്കുന്ന അവിയല ഇഷ്ടം. മഞ്ഞ ഭയങ്കര മഞ്ഞയാവരുത്, ഇച്ചിരി ഇതുകൂടെ വേണം. എന്താ കരിവേപ്പില, നമ്മുടെ കരിവേപ്പില ഇതുണ്ടോ, കരിവേപ്പിലൊക്കെ കിളുത്ത് തുടങ്ങിയിട്ടോ. എൻ്റെ ഇതാ ഇത് ഇട്ട ചൂടുണ്ടേ, അതുകൂടി ഇട്ടേക്കാം. എന്നാ മേളിലിടാനല്ലേ, ആരെ കാണിക്കാൻ അലങ്കരിക്കുന്നത്. ശകലം ഇച്ചിരി ഇതിൻ്റെ ഉണ്ട്, ഇച്ചിരി വെള്ളമായ അവിയലിനെ കുളത്തില്ലല്ലോ. ഇപ്പുറത്തെ അടുപ്പിലേ നമുക്ക് നമ്മുടെ 2 അയലക്കുഞ്ഞുങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു, അവരെയും കൂടെ വറുത്തേക്കാം. മോനാവുമല്ലോ, അതിന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ മീനില്ല ഉണ്ടെങ്കിൽ സന്തോഷം. എന്നും മീനുണ്ടല്ലോ, ഞങ്ങൾക്കില്ലേലും കുഴപ്പമൊന്നുമില്ല. ചേട്ടന് പിന്നെ ചക്കവിലുണ്ട്, പിന്നെ ഒന്നും വേണ്ടെന്ന് പറയുന്നില്ല, ഒന്നും വേണ്ടായില്ല. എന്താന്ന് പറഞ്ഞാൽ ഒരു ഒഴിച്ചുകറി വേണ്ടേ, ഒരു മെഴുക്കുവരട്ടി മതി. അപ്പം 3 കറി ആയില്ലോ. എന്നോട് പറയാം എനിക്ക് അവിയലുണ്ടാക്കിയതൊന്നും വേണ്ട, നമുക്ക് അവിയൽ മാത്രം കൂട്ടി കൊടുക്കാൻ പറ്റുമോ? അത് നമുക്ക് വരുന്ന കുഴപ്പങ്ങൾ. നല്ല അവിയലാട്ടോ, സൂപ്പർ അവിയല. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇനി ചക്കവിയൽ കേട്ടോ, പൊളിയായിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കണം അവിയൽ. ടേസ്റ്റ് ആയിട്ട് എല്ലാം ഉണ്ടോ നോക്കാവേ, അതാണ് ഏറ്റവും ദേഷ്യം. എല്ലാം ഉണ്ട്. പുളി ഞാൻ ഉപ്പൊക്കെ ഏറെ ഇട്ടായിരുന്നല്ലോ. ശരി, എല്ലാം ഉണ്ട് കേട്ടോ, മതി. അപ്പോൾ നമ്മുടെ ചക്കവേലി കാണിച്ചു തരാം. ഇത്തിരി വെളിച്ചെണ്ണ താത്ത് വെച്ചിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ചക്കവേലി റെഡി. കാണിച്ചു തരാം. കണ്ടോ നമ്മുടെ ചക്കവേലി, ഇതാ ഇത് വെളിച്ചെണ്ണ ഒഴിച്ചാണ് മേളിൽ കിടക്കുന്നത്. കണ്ടോ, നല്ല അടിപൊളി അവിയലാട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇങ്ങ് പോരാ കേട്ടോ. ഒരു കാര്യം ഞാൻ പറയുവാണേ, എനിക്ക് പറ്റത്തില്ല ചക്കവേലി കണ്ടു കഴിഞ്ഞാൽ ഇച്ചിരി ടേസ്റ്റ് ചെയ്യാതെ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ പോകും. എന്തൊക്കെ അരക്ക് എന്തൊക്കെ മനസ്സിലോർത്താലും എനിക്കൊന്നുമില്ല. നമുക്ക് അന്നേരം കഴുകി വെക്കാം. അതിരിക്കട്ടെ, ടേസ്റ്റ് നോക്കട്ടെ. എല്ലാവരും കൊതിച്ചോട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വെച്ചതിലും ബെസ്റ്റ്. കാണുമ്പോഴേ അറിയത്തില്ല, ചക്കക്കൊന്നിച്ചിട്ട് ജോമയുണ്ട്. അവിടെ കിണർ കുത്തലിൻ്റെ ഒക്കെ ഭയങ്കര പ്രോഗ്രാമാണ്. അതുകൊണ്ട് ഇതൊന്നും നോക്കാൻ സമയം കാണില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇന്നത്തെ അവിയലെല്ലാവരും എന്നെ കണ്ടല്ലോ. ചക്ക ഇട്ടുകൊണ്ട് വരുന്ന തൊട്ടുണ്ട് 11 ഞാനവിടെ തേക്കും അമ്മൻ്റെ ഇതൊക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് പുറത്ത് പോയിട്ട് വരാം, പൈപ്പൊക്കെ നോക്കാം. ഓക്കെ, ചെന്ന് പറയട്ടെ. എൻ്റെ പണിയൊക്കെ തന്നെ എന്നോട് പറഞ്ഞ് പണി കഴിയുമ്പോൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. വീട് തിന്നാനും പറ്റുന്നു. ആഹാ, എൻ്റെ സാറേ, ചേച്ചിമാർക്ക് കൊതിച്ചുകളാണ്. എൻ്റെ 2 ചേച്ചിമാർ ചക്ക കൊതിച്ചുകളാണ്. കൊതിച്ചോളി, ഇനിയൊക്കെ ഒന്ന് കൊതിച്ചോക്കേ. വന്നില്ലേ ഇങ്ങോട്ട് വരാൻ? സമയമായില്ലെന്ന് പറയാം. വരാന്നതിന് നല്ല സമയം വന്നു. ഭയങ്കര മഴക്കാലം അല്ലേ, ദേഷ്യം പറ്റും. ഇത് ടേസ്റ്റ് ഉണ്ട് കേട്ടോ, എന്താണേലും. അപ്പോൾ നമുക്ക് പിന്നെ കാണേ, ചൂടാണ് അല്ല, എല്ലാം മൊത്തം മുമ്പേ തിരുന്നായിരുന്നു. അതിനകത്തൊക്കെ വെക്കുന്നത് ഇപ്പോഴും എൻ്റെ ഉച്ച വരെയുള്ള പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ പൈപ്പിൻ്റെ കാര്യം നോക്കാൻ വരണമെന്ന്. അപ്പം ഇതേ നാമ്പടത്ത് ഇവിടെ ഒരു കടയുണ്ട്. അപ്പോൾ എന്നെ ഇവിടെ നിർത്തിയിട്ട് ചേട്ടൻ ആ കടയിലോട്ട് ചോദിക്കാൻ വേണ്ടി പോയേക്കും. ഇതാണ് ഞങ്ങളുടെ
ബ്രിഡ്ജ് കണ്ടോ, ഓവർ ബ്രിഡ്ജ്, നാഗമ്പടം ഓവർ ബ്രിഡ്ജാണ് ഈ കാണുന്നത്. കണ്ടല്ലോ, ഇവിടെ റേഷൻ കട, എൻ്റെ റേഷൻ കട അവന് അപ്പുറത്തായിട്ടാണ്. അപ്പം ഇനി ആരും ബ്രിഡ്ജ് കണ്ടിട്ടില്ല എന്ന് പറയും. ഞങ്ങൾക്ക് നേരെ അങ്ങോട്ട് കിടക്കുന്ന റോഡിൽ കയറിയാൽ മേളിലോട്ട് കയറാം, ചുങ്കം വഴി പോകാം, പല വഴിയുണ്ടല്ലോ. അങ്ങനെ ചേട്ടൻ പൈപ്പൊക്കെ മേടിച്ച് വരുന്നുണ്ട്. വരുന്നു പൈപ്പൊക്കെ മേടിച്ചോണ്ട്, സിങ്കിൻ്റെ അവിടുത്തെ പൈപ്പ്. അപ്പം ഞങ്ങൾക്ക് ചോറൊക്കെ ഉണ്ണാൻ സമയമായി. ചോറൊക്കെ ഉണ്ണട്ടെ. എല്ലാം വിളമ്പി ചോറുണ്ണാൻ പോവാ ഞങ്ങള്. ചോറുണ്ണട്ടെ. സാമ്പാറ് എടുക്കാം, ഞാൻ എടുക്കാം. ചോറ് എപ്പോഴാണ് വാർത്തത്? അത് നമ്മൾ വന്നു കഴിഞ്ഞാ ഞാൻ വെച്ചത്. അമ്പലത്തിൽ പോയിട്ട് അല്ലേ, വാർക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ചോറിനട്ടെ. അപ്പോഴേ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്ന് രാത്രിയിലും ചപ്പാത്തി തന്നെയാണ്. ആരും എന്നെ അടിക്കല്ല. ചപ്പാത്തി ആണ്, ചപ്പാത്തി കറി അല്ലേ. ഞങ്ങള് രണ്ടും സാമ്പാറും കൂട്ടി കഴിക്കും. എല്ലാരും പറഞ്ഞു കേട്ടോ, എന്റെ മൊഹൊക്കെ ഇച്ചിരി ഗ്ലാമർ വന്നു. തന്നെ പൊങ്ങുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതാണ് ജയാസ് നായർ. തന്നെ പറഞ്ഞു പൊങ്ങും. നിങ്ങളൊന്നും വിചാരിക്കണ്ട കേട്ടോ, സന്തോഷം കൊണ്ട് പറയുന്നതാണ്. വല്ലതൊക്കെ ശകലം മാറ്റങ്ങളുണ്ടോ പറഞ്ഞല്ലോ നിങ്ങളെല്ലാവരും, അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ, അല്ലാണ്ടൊന്നും അല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷം നിർത്തിയേക്കാം കേട്ടോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ തന്നെ കാണാവേ. അപ്പം ബൈ പറയാം അമ്മ. ബൈ പറഞ്ഞില്ല, പറഞ്ഞോ?